വിജയസാധ്യത പരിശോധിച്ച് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കാൻ 92 മണ്ഡലങ്ങളിൽ പാനൽ തയ്യാറാക്കി കോൺഗ്രസ്. ഇതിൽ കുണ്ടറ, കരുനാഗപ്പള്ളി, ഹരിപ്പാട്, കോട്ടയം, പറവൂർ മണ്ഡലങ്ങളിൽ മാത്രമാണ് ഒറ്റപ്പേരുള്ളത്. BJP പിടിക്കാൻ ഒരുങ്ങുന്നതും CPMന്റെ സിറ്റിംഗ് മണ്ഡലവുമായ നേമത്ത് ശശി തരൂരിനെ ഇറക്കുന്നതിനെക്കുറിച്ചും സർവേ നടക്കുന്നുണ്ട്. തരൂർ ഉൾപ്പെടെ 5 MPമാരുടെ മത്സര സാധ്യതയാണ് തേടുന്നത്. നടൻ രമേശ് പിഷാരടി, ഫുട്ബോൾ താരം IM വിജയൻ എന്നിവരെയും സ്ഥാനാർത്ഥിത്വത്തിന് പരിഗണിക്കുന്നു. പാനലിലുള്ളവരുടെ വിജയസാധ്യത മണ്ഡലത്തിൽ പരിശോധിക്കും. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും അന്തിമ തീരുമാനം. മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന ധർമ്മടത്ത് മുഖ്യമന്ത്രിക്കെതിരെ വിമാനത്തിൽ പ്രതിഷേധിച്ച ഫർസീൻ മജീദിന്റെയും വടകര MP ഷാഫി പറമ്പിലിന്റെയും സാധ്യതയാണ് തേടുന്നത്. LDFന്റെ സിറ്റിംഗ് സീറ്റായ നാദാപുരം പിടിക്കാൻ മുല്ലപ്പള്ളി രാമചന്ദ്രനെ മത്സരിപ്പിക്കുന്നത് ഗുണമാകുമോ എന്നും പരിശോധിക്കുന്നു. നാദാപുരത്ത് KM അഭിജിത്തിന്റെയും DCC പ്രസിഡന്റ് K പ്രവീൺകുമാറിന്റെയും പേരുണ്ട്. ഇവരെ കൊയിലാണ്ടിയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കോൺഗ്രസിന് പുറത്തുള്ള 2 പേരുകളും സർവേയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. PV അൻവറും CK ജാനുവുമാണിത്. ബേപ്പൂരിൽ അൻവറിന്റെ വിജയസാധ്യതയാണ് തേടുന്നത്. മുൻ MP രമ്യ ഹരിദാസിനെ ബാലുശ്ശേരിയിലും അടൂരിലെയും പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. IM വിജയനെ നാട്ടികയിലും രമേശ് പിഷാരടിയെ തൃപ്പൂണിത്തറയിലുമാണ് പരിഗണിക്കുന്നത്. മുൻ MLA TN പ്രതാപന്റെ പേര് നാട്ടികയ്ക്ക് പകരം മണലൂർ, കയ്പമംഗലം, കൊടുങ്ങല്ലൂർ, വൈപ്പിൻ മണ്ഡലങ്ങളിലാണ് ഉൾപ്പെടുത്തിയത്. വടക്കാഞ്ചേരി MLA ആയിരുന്ന അനിൽ അക്കരയുടെ പേരും അവിടെയില്ല. കുന്നംകുളം, മണലൂർ മണ്ഡലത്തിലെ പാനലിലാണ് അനിൽ അക്കരയുള്ളത്. BJP വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരുടെ പേര് ഷൊർണൂർ, ഒറ്റപ്പാലം, പാലക്കാട്, ആറന്മുള എന്നിവിടങ്ങളിൽ പരിഗണിക്കുന്നു. K മുരളീധരൻ തൃശൂർ, വട്ടിയൂർക്കാവ്, നേമം, തിരുവനന്തപുരം മണ്ഡലങ്ങളിലെ പാനലിലുണ്ട്.